ഒരു മനോഹരമായ ചെസ് കോമ്പിനേഷൻ കണ്ടാലോ. ഇവിടെ ബ്ലാക്ക് ടു മൂവ് ആൻഡ് വിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ബ്ലാക്കിൻ്റെ വിന്നിങ് ഐഡിയയെ പറ്റി ആലോചിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മാക്സിമം പീസുകളെ ആക്റ്റീവ് ആക്കിയിട്ട് ചെക്ക് മേറ്റ് ആക്കാനാണ് ഇവിടെ ബ്ലാക്ക് ശ്രമിക്കുന്നത്. ഓക്കെ, ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന ഫസ്റ്റ് മൂവ് ക്യൂൻ A3 ചെക്കാണ്. അതെ, ആദ്യം തന്നെ ക്യൂൻ സാക്രിഫൈസ് ചെയ്യാണ്. അപ്പോൾ ഈ ക്യൂനെ എടുത്തു കഴിഞ്ഞാലുള്ള വേരിയേഷനും കാണാം, എടുത്തില്ലെങ്കിലുള്ള വേരിയേഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ വേരിയേഷൻ ക്യൂനെ എടുത്തു കഴിഞ്ഞാൽ, ക്യൂൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബ്ലാക്ക് കളിക്കാൻ പോകുന്നത് നൈറ്റ് ടേക്സ് D3, ഒരു ഡിസ്കവേർഡ് ചെക്കാണ്. പ്രത്യേകിച്ച് ഈ ബിഷപ്പ് നല്ല എക്സ്റേ ആയിട്ട് നല്ല ലോങ് ഡയഗണലിൽ അവർ ചെക്ക് നൽകുകയാണ്. മാത്രമല്ല കിങ്ങിനെ പുറകോട്ട് പോകാൻ ആ ഒരു പവർഫുൾ നൈറ്റ് സമ്മതിക്കുന്നുമില്ല. ഇവിടെ വൈറ്റിന് കളിക്കാവുന്ന ബെസ്റ്റ് മൂവ് പോൺ ടു B4 ആണ്. വേണമെങ്കിൽ ഇവിടെ കിങ് A4 പോലത്തെ മൂവ് കളിക്കാം, പക്ഷെ അത് കംപ്ലീറ്റ്ലി ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആയി പോകും. പോൺ ടു B4 ആണ് ബ്ലാക്കിന് ഇവിടെ കളിക്കാവുന്ന മൂവ്. ഇവിടെയും ഈ പോണിനെ വെട്ടിയെടുക്കാൻ വേണമെങ്കിൽ ബിഷപ്പിനും പറ്റും, റൂക്കിനും പറ്റും. പക്ഷെ കുറച്ചും കൂടെ നല്ലത് റൂക്ക് ടേക്സ് B4 ആണ്. ഈ മൂവിൻ്റെ ഐഡിയ എന്ന് കഴിഞ്ഞാൽ അടുത്ത മൂവിൽ റൂക്കിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യാം, ഈ ഒരു ഡിസ്കവേർഡ് ചെക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വൈറ്റിന് ഇതിനെതിരെ പ്രത്യേകിച്ചൊന്നും തൽക്കാലം ചെയ്യാനില്ല. ആകെ ഇവിടെ കൊടുത്തിരിക്കുന്ന നൈറ്റിനെ വേണേൽ വെട്ടിയെടുക്കാം. നൈറ്റിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിസ്കവേർഡ് ചെക്കുമായിട്ട് റൂക്ക് B1 ചെക്ക്. അപ്പോൾ ഈ റൂക്ക് ഈ ഒരു ഫയൽ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നു, ഇവിടുത്തെ B ഫയൽ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ബിഷപ്പ് നല്ല എക്സ്റേ ആയിട്ട് നിൽക്കുന്നു. കിങ് A4 ഫോഴ്സ്ഡ് ആണ്. ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത് ബിഷപ്പ് D7 ചെക്ക് കളിക്കുന്നു. കിങ് A5, ബിഷപ്പ് D8 ചെക്ക്, കിങ് A6, ബിഷപ്പ് C8 ചെക്ക്, കിങ് A7, ബിഷപ്പ് B6 ചെക്ക്. ഓൺലി മൂവ് ഇനി കിങ്ങിനെ പുറകോട്ട് പോകാന്നുള്ള മാത്രമാണ്. കിങ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ മൂവിൽ ചെക്ക് മേറ്റ് ഉണ്ട്. അതെ, വളരെ സിമ്പിളായിട്ടുള്ള ബിഷപ്പ് A6 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ വളരെ മനോഹരമായൊരു കോമ്പിനേഷനാണ് ഇവിടെ ഒരു ക്യൂൻ സാക്രിഫൈസിന് ശേഷം നടക്കുന്നത്. ഇനി ക്യൂൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെയും ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകത കാണുന്നുണ്ട്. ഈ ഒരു ക്യൂൻ ഇവിടെ എടുക്കണമെന്ന് ഫോഴ്സ്ഡ് ഒന്നുമല്ല, വേണമെങ്കിൽ പുറകോട്ട് പോകാം. കിങ്ങിനെ B1 പോകുന്നതെന്ന് വെച്ചോ. ഇവിടെയും കുറേ ഇൻട്രസ്റ്റിംഗ് സാക്രിഫൈസുകളുണ്ട്. ആദ്യം തന്നെ ഒരു നൈറ്റിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ നൈറ്റിനെതിരെ, ഇങ്ങനൊരു മൂവിനെതിരെ വൈറ്റ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നടക്കാൻ പോകണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൈറ്റ് G5 പോലത്തെ മൂവ് കളിച്ച് ഇവിടെ മെയ്റ്റൊക്കെ ത്രെട്ടൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് E7 ചെക്ക്, ഒരു നൈറ്റ് D2 ചെക്ക് ഇമ്മീഡിയറ്റ്ലി വിന്നിങ് ആണ്. കാരണം വൈറ്റിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ നൈറ്റിനെ കൊടുക്കണം, അല്ലെങ്കിൽ ബിഷപ്പിനെ കൊടുക്കണം. ഇവിടെ കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. അപ്പോൾ ഈ ഒരു മൂവ് ഇവിടെ പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു നൈറ്റിൻ്റെ B3 ശേഷം ആകെ ട്രൈ ചെയ്ത് നോക്കാവുന്നത് C ടേക്സ് B3 ആണ്. പക്ഷേ ഇവിടെ എന്താണ് കളിക്കുന്നത്? റൂക്ക് ടേക്സ് B3 ചെക്ക്. അപ്പോൾ ആദ്യം ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തു, ഇവിടെ വീണ്ടും റൂക്കിനെയും കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. മറ്റേ വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്യൂൻ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മെയ്റ്റിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നൈറ്റും റൂക്കും സാക്രിഫൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് മെയ്റ്റിലേക്ക് പോകുന്നത്. പോൺ ടേക്സ് റൂക്ക്, ക്യൂൻ ടേക്സ് B3 ചെക്ക്, കിങ് C1 കളിക്കുമ്പോൾ ഇവിടെ ചെക്ക്, കിങ് B1. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ബ്ലാക്കിന് വേണമെങ്കിൽ ചെക്കുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കാം, പക്ഷേ ഒരു പ്രോഗ്രസ് ഇല്ല. പക്ഷെ അതിന് പകരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവ്, സൈലൻറ്റുമായിട്ടുള്ള ബിഷപ്പ് D7. ഇത് ഭയങ്കര സിമ്പിൾ മൂവാണ്, പക്ഷേ ഒരു ഡെഡ്ലി മൂവാണ്. കാരണം ഈ ഒരു റൂക്കിനെ ഇവിടെ ഒരു ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരാൻ കൂടെയാണ് ഈ ബിഷപ്പ് D7 കളിക്കുന്നത്. അതുമാത്രമല്ല, ഈ രണ്ട് ബിഷപ്പുകളെ നോക്കിയാൽ മനസ്സിലാവും, രണ്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള ലോങ് ഡയഗണൽസ് കൺട്രോൾ ചെയ്യുന്നു. റൂക്ക് D2 ആണ് ഇവിടെ വൈറ്റിന് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ. കാരണം ഈ റൂക്കും കൂടെയും കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്. പക്ഷേ ഇതും ഹെൽപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് റൂക്ക് B8 ചെക്ക്, കിങ് A2 ശേഷം നമ്മൾ നേരത്തെ കണ്ട ഒരു ഫിനിഷ് പോലെ, ആദ്യത്തെ മൂവ് പോലെ ക്യൂൻ A3 ചെക്ക് വെച്ചിട്ടാണല്ലോ നമ്മൾ ആദ്യത്തെ ക്യൂൻ സാക്രിഫൈസ് തുടങ്ങിയത്. എന്നാൽ ഈ ഒരു വേരിയേഷനിൽ പോലും അവസാനത്തെ മേറ്റ് വരുന്നത് ക്യൂൻ A3 ചെക്ക് മേറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പസിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് പസിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.